പാലം പണിയോടെ ചിന്തിക്കുക. നിരപ്പായ സ്ഥലത്ത് റോഡ് വയ്ക്കുക, വീട് മുകളിൽ പാലം പണിയുക, മലകത്ത് മല തുറയ്ക്കുക, അപ്പുറത്ത് മല അല്ലാതെ മല ചുറ്റി കൊടുക്കുക. അപ്പൊ ദൂരം കൊടുക്കും. റോഡ് ഉണ്ടാക്കുന്നതാണ്. നേരെ ഒരു മാപ്പ് എടുത്തിട്ട് അങ്ങ് വരയ്ക്കുക. അങ്ങനെ റോഡ് പണി. അല്ലാണ്ട് ഇങ്ങനെ കൂടെ വളഞ്ഞ അവിടെ കൂടെ നിരപ്പായ സ്ഥലത്ത് പാലം പറ്റുമെങ്കിൽ നിരപ്പായ സ്ഥലത്ത് എടുക്കുക. അല്ലെങ്കിൽ സ്ഥലം നില അതിന്റെ മുകളിൽ കൂടെ പണി. അതല്ല, ഞാൻ എൻ്റെ അടുത്ത് അന്ന് ഈ വിവരം കെ പി രാജൻ ഞാൻ 10,000 കോടി രൂപ മുടക്കി കൊടുക്കണം. നിങ്ങൾ ബാങ്കിൽ നിന്ന് എടുത്തോളൂ, ഗവൺമെന്റ് നമ്മുടെ വീട്ടിൽ കൂടെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കണ്ട. നാട്ടിലെ ജനങ്ങൾ കൊടുത്തോളൂ. അതിനൊക്കെ തലയ്ക്ക് വേണമില്ല. ഒന്നാമത്തെ കാര്യം നമ്മുടെ മീഡിയ സമ്മതിക്കത്തില്ല. എന്തുണ്ടാക്കിയാലും അവന്മാർക്ക് നായരായ അഭിപ്രായം ഉണ്ടാവും. പിന്നെ പ്രോ കമ്മ്യൂണിസ്റ്റ്, ആന്റി കമ്മ്യൂണിസ്റ്റ് അങ്ങനത്തെ പോലെ ആൾക്കാർ, പിന്നെ കുറച്ച് ക്യാപിറ്റലിസ്റ്റ് ആൾക്കാർ, പിന്നെ കുറച്ച് ഏൻഷ്യന്റ് കമ്മ്യൂണിസ്റ്റ്, അങ്ങനെ ഒരുപാട് ശല്യം ഉണ്ട്. നമ്മുടെ അവിടുത്തെ റോഡ് പണിയുന്നത് എങ്ങനെ സ്ഥലമുണ്ടോ? അവന്റെ വീടിനോട് ഇവന് 10 രൂപ അവന് സ്ഥലത്തിൽ സ്ഥലത്തെങ്കിൽ നിങ്ങൾ 15 രൂപ കൊടുക്കണം, അന്നേരം മാറുള്ളൂ. അവന് 10 രൂപ കിട്ടുന്ന സ്ഥലത്ത് നിങ്ങൾ 5 രൂപ കൊടുത്താൽ അവൻ പ്രാവും. റീഹാബിലിറ്റേറ്റ് ചെയ്യണം. പ്രോപ്പർ റീഹാബിലിറ്റേഷനിൽ എങ്ങനെ നടക്കത്തില്ല. ആരും സ്ഥലം എടുക്കാമെന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിയമം ഉണ്ടെങ്കിൽ അങ്ങനെ കാശ് കൊടുക്കാൻ പാടില്ല. പൊന്നുമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്തെ പൊന്നുമല ഉദ്യോഗസ്ഥന്മാർ ഏറ്റവും വലിയ ധാരാളം ഉണ്ടാക്കുന്നത്. ഒരു മന്ത്രിക്കൊന്നും പോയി കാര്യം നോക്കാൻ പോകില്ല. ഇവിടെ അവിടുത്തെ വൈറ്റ് കോളറും ഈ ബ്യൂറോക്രസിയുടെ ഏറ്റവും വലിയ കുഴപ്പം ഒരു വിഷയം അല്ല. അങ്ങനെ ഇറങ്ങി നോക്കുന്നത് പ്രോജക്റ്റ് നിന്നാൽ അതിന്റെ പുറകെ നിൽക്കുന്ന ഒരു മന്ത്രി ഉണ്ടാണ്, മമതാ ബാനർജി. കാരണം കാലത്ത് വണ്ടിയൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് ടി വി പ്രസംഗിക്കാത്ത കയറി കാലത്തെ ആവശ്യം പണിയെടുക്കുക അപകടമാണ്. അതിനൊന്നുള്ള ഈ